ഹായ് ഓൾ, റീൻ സ്റ്റോക്കിലേക്ക് ഇതാ വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു കേക്ക് തയ്യാറാക്കാമെന്നാണ്. ഇതിന് നമുക്ക് ക്രീമിൻ്റെതോ അതായത് ഓവൻ്റെതോ ഒന്നും ആവശ്യമില്ല, കുക്കർ പോലും വേണ്ട. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമതായി ചേർക്കുന്നത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അളവുകളെല്ലാം ഒരേപോലെ ആയിരിക്കണം, എങ്കിലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ്. ഞാൻ ഇതിൽ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഞാനിവിടെ പൊടിക്കാതെയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അടുത്തായി ചേർത്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു 30 മില്ലി, അതായത് 1/8 കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ. പിന്നെ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ നാരങ്ങയുടെ നീര്. അടുത്തതായിട്ട് ഒരു പൊടിക്ക് ഉപ്പാണ്. നമ്മളിപ്പം മധുരമുള്ള എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ നമ്മൾ എന്തായാലും ഈ കുറച്ച് ഒരു പൊടിക്ക് ഉപ്പ് ചേർക്കണം. അതാണ് അതിൻ്റെ, എന്നാലേ നമുക്ക് ആ മധുരത്തിൻ്റെ ഒരു ഇത് ശരിക്ക് മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഞാനിപ്പം പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം എടുത്തു. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാവും പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായി കിട്ടും. എന്നിട്ട് ഇതൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ആ 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു അലൂമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെതോ, ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ടിന്ന് തന്നെയാണിത്. ഇതന്നെ വേണമെന്നില്ല, നിങ്ങളുടെ വീട്ടിൽ എന്താണുള്ളത്, അതായത് അലൂമിനിയം സ്റ്റീലിൻ്റെതോ ഏത് പാത്രമായാലും ഇതുപോലെ ഒന്ന് നെയ്യ് തടവി കൊടുക്കുക. എല്ലാ വശവും നമ്മുടെ നെയ്യൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കേക്കാണല്ലോ. അത് കാരണം ഞാൻ ഗോതമ്പ് പൊടി തന്നെയാണ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശവും ഇതുപോലെ സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ഇതാ എൻ്റെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് വെക്കാനുള്ള പാത്രം റെഡിയായി. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച പാലും പാൽപ്പൊടിയിട്ട മിശ്രിതം ഉണ്ടല്ലോ, അത് റെഡിയായി. 10 മിനിറ്റ് കഴിഞ്ഞു. അത് വെറുതെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൽ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരരിപ്പ് വെച്ച് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ ഞാനിതിൽ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല, പിന്നെ കേക്കിൻ്റെ ടെക്സ്ചർ തന്നെ അങ്ങ് മാറിപ്പോവും. പിന്നെ 1 ടീസ്പൂൺ മിൽക്ക് പൊടി ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട കെട്ടാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും കേക്കിൻ്റെ ഒരു ടെക്സ്ചർ വന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു 1/2 കപ്പും കൂടി ഗോതമ്പ് പൊടി എടുത്തു. അപ്പോൾ ശരിക്കും അളവ് പറയുന്നത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ശരിക്ക് ഒരു ഇത് കിട്ടുള്ളൂ നമുക്ക്. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശരിയായ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് ശരിയായ അതിൻ്റെ ഒരു ടെക്സ്ചർ കേട്ടോ. ഇതാണ് ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ടെക്സ്ചറാണിത്. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ച ഒരു കേക്കിൻ്റെ ബൗൾ ഉണ്ടല്ലോ, കേക്കിൻ്റെ ടിന്ന്, അതിൽ നമ്മൾ ഞാൻ തയ്യാറാക്കി വെച്ച ഈ കൂട്ട് അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിലിങ്ങനെ ലെയറായിട്ട് വരുന്നത് ഒഴിക്കുമ്പോൾ അതാണ് ഇതിൻ്റെ കേക്കിൻ്റെ ശരിയായത്. എന്നിട്ട് നമ്മളിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് ഇതുപോലൊരു സ്റ്റാൻഡ് വെക്കുക. എന്നിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യുക. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ പ്രീഹീറ്റ് ചെയ്യണം. 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട്. അപ്പോൾ ചില ടോപ്പുകൾക്ക് ഇതുപോലെ ചെറിയ ഹോൾ ഉണ്ടാവും. അതിൽ നമ്മളൊരു ചെറിയ പേപ്പറിൻ്റെ പീസോ മറ്റോ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് അടച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ആ
ചൂടങ്ങ് പുറത്തേക്ക് പോവില്ല. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായി. 10 മിനിറ്റ് കഴിഞ്ഞു. നല്ല ചൂടാണ്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, ആ ടിന്ന് പതുക്കെ ഇതിൽ ഇറക്കി വെക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, മീഡിയം ഫ്ലെയിമും വേണ്ട. ഈ കേക്ക് ഉണ്ടല്ലോ ഒരു 40-45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രോസ്റ്റിംഗ് ഉള്ളത് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. പിന്നെ അതിന് ശേഷം ഞാൻ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടി വരും. നമ്മുടെ ഇത് വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലാത്തൊരു കേക്കാണിത്. അടുത്തതായി ചേർക്കുന്നത് 1 ടീസ്പൂൺ മതിയാകും വാനില എസൻസ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചേർക്കുന്നത് ഒരു 2 ടീസ്പൂണോളം നെയ്യാണ്. നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ എടുത്താലും മതി. പക്ഷേ വെളിച്ചെണ്ണയൊന്നും എടുക്കണ്ട. ഈ ബട്ടറോ നെയ്യോ അതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇത് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു കേക്കാണ്. വേറെ പുറമേ നിന്നുള്ള ഒരു വിപ്പിംഗ് ക്രീമോ അങ്ങനത്തെ ഒന്നുമില്ല ഇതിൽ. അപ്പം ഈ വിപ്പിംഗ് ക്രീമിന് പകരമാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നല്ലതുപോലെ മിക്സ് ചെയ്ത ഈ ഒരു മിശ്രിതം ഉണ്ടല്ലോ, അതായത് പാലും പഞ്ചസാരയും കോൺഫ്ലവറും ഒക്കെ ചേർന്ന ഈ മിശ്രിതം നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് ഈ കോൺഫ്ലവർ ആയത് കാരണം പെട്ടെന്ന് തന്നെ കട്ട കിട്ടും. അപ്പോൾ അത് കാരണം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പം തന്നെ ഇതിനൊരു ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അതായത് കുറച്ച് കട്ടിയായിട്ട് വരും. ആ സമയത്ത് ഇതൊന്ന് ഇറക്കി വയ്ക്കാം. ഇത് കണ്ടല്ലോ, നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. ശരിക്കും ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു പാത്രത്തിൽ വെച്ചതിന് ശേഷം നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഒരു 5-10 അല്ലെങ്കിൽ മാക്സിമം ഒരു 20 മിനിറ്റ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രീസറിലല്ല, സാധാരണ റെഫ്രിജറേറ്ററിൽ വെക്കാം. എൻ്റെ കേക്ക് ഒന്ന് റെഡിയായോ നോക്കാം. ഇപ്പോൾ ഇതൊരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ, ആയോന്ന്. ആവുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു 10 മിനിറ്റ് കൂടി ആവണം. അപ്പോഴത് ശരിക്ക് അങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ കേക്ക്. നമുക്കൊന്ന് ആയൊന്ന് നോക്കാം. ആയിട്ടുണ്ട്. ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്കത് ഡിമോൾഡ് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ച ആ ഒരു ഇതുണ്ടല്ലോ, കോൺഫ്ലവർ ഒക്കെ ചേർത്തിട്ടുള്ള അത് റെഡി ആയിട്ടുണ്ട്. അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ഇതാ കേക്കിൻ്റെ ചൂടൊക്കെ പോയി. അപ്പോൾ അത് എല്ലാ വശവും ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കത് ഡീമോൾഡ് ചെയ്ത് എടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ശരിക്കും നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. ഇത് ഗോതമ്പത്തിൻ്റെ ആണെന്ന് പറയുന്നേ ഇല്ല. അത്രയ്ക്കും നല്ലൊരു മണവും ഒക്കെ ഉണ്ടായിരുന്നു ഈ കേക്കിന്.
ഇതൊന്ന് ഒരു ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും അതിൻ്റെ ഉൾവശം. കേക്ക് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഉൾവശമാണിത്. ശരിക്കും നല്ല ഒരു ടെക്സ്ചറാണ്, ഉള്ളിലെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ കേക്കിന്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ ക്രീമൊക്കെ ഇതിൽ പരട്ടിയിട്ട്, അതായത് ഞാൻ ഈ ബോർഡ് കേക്ക് നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ ഇങ്ങനെ ഒരു ബോർഡ്, അത് ഞാൻ സൂക്ഷിച്ചതാണ്. അതാണിത്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ കോൺഫ്ലവർ പാലൊക്കെ ചേർത്ത ഒരു മിശ്രിതം ഉണ്ടല്ലോ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടി വെച്ചത്, അത് ഇതിൻ്റെ മേലെ ചെറുതായി ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രോസ്റ്റിങ്ങിന് വെച്ച ആ ഒരു ഇതുണ്ടല്ലോ മിശ്രിതം, അത് ഇതിൻ്റെ മേലെ ഇങ്ങനെ നല്ലതുപോലെ തേച്ച് കൊടുക്കുക. അതുപോലെ എല്ലാ വശവും ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ലെയർ ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെയും അതായത് കോൺഫ്ലവറിൻ്റെ ആ ഒരു മിശ്രിതമുണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. എല്ലാ വശവും ഒരുപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എല്ലാ വശവും ഒരുപോലെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഈ സൈഡ് ഭാഗമൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് ഈ ചോക്ലേറ്റിൻ്റെ പീസ് ഉണ്ടാവുമല്ലോ, ചോക്ലേറ്റിൻ്റെ പീസുകൾ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കേക്കിൻ്റെ ഈ സൈഡ് ഭാഗത്തൊക്കെ അതൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഉണ്ടാവുമല്ലോ, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതെന്ന് മാത്രം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോക്ലേറ്റ് പീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഈ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് പീസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ അടുത്ത് ചോക്ലേറ്റ് സിറപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് ശരിക്കും നല്ലൊരു കേക്കാണ് കേട്ടോ ഇത്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. മൈദയും ഒന്നുമില്ല, നമ്മളെ വീട്ടിലെ സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു കേക്കാണ്. പിന്നെ ഇത് ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഡെക്കറേറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീസറിലൊന്ന് വെക്കാം. വെറും 10 മിനിറ്റ് മാത്രം കേട്ടോ. ഇതാ എൻ്റെ കേക്ക് റെഡിയായി. ഫ്രീസറിൽ ഞാൻ 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെയാണുള്ളത്. അത് ആ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് മെൽറ്റായതാണ്. അത് നിങ്ങളുടെ അടുത്ത് ചോക്ലേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് പീസസ് ഇട്ട് കൊടുക്കാം, അതാണ് നല്ലത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. നല്ല സോഫ്റ്റാണ്. നിങ്ങൾ എന്ത് കഴിഞ്ഞാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ എൻ്റെ ഈ കേക്കിൻ്റെ റെസിപ്പി എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലീസിലേക്കും ഫ്രണ്ട്സിലേക്കും എൻ്റെ ഈ ചാനൽ എത്തിക്കുക. പിന്നെന്താ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് തന്നെയാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. ആ മഴയത്ത് ഈ കേക്കും ഒക്കെ ആവുമ്പോണ്ടല്ലോ ശരിക്കും സൂപ്പറാണ്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.